ഇന്നൊരു വഴിയോര കാഴ്ചകളിലൂടെയാണ് നിങ്ങളെ ഞാൻ കൊണ്ടുവന്നത്. ഇത് കോട്ടയം കൊടുങ്ങൂർ എന്ന് പറയുന്ന സ്ഥലമാണ്. KK റോഡിന് സൈഡിൽ ഒരു കുടുംബത്തെ പരിചയപ്പെട്ടു. ശരിക്കും ഈ കുട്ടയും വട്ടിയൊക്കെ നെയ്യുന്ന തമിഴ്നാട് ഫാമിലിയാണ്. അപ്പോൾ ഇത് കണ്ടുകൊണ്ട് നമ്മളിവിടെ വണ്ടി നിർത്തിയതാണ് കേട്ടോ. അപ്പം ഇവരുടെ വിശേഷങ്ങളൊക്കെ നമുക്ക് ചോദിച്ചറിയാം. അതോടൊപ്പം തന്നെ ഇവരിത് ചെയ്യുന്നത് എങ്ങനെയാണെന്നൊക്കെ നമുക്കൊന്ന് ഡീറ്റെയിൽ ആയിട്ട് കാണാം. ഇതാണ് നമ്മൾ ഈ പറഞ്ഞ ഫാമിലിയെ. ഇദ്ദേഹത്തിൻ്റെ പേര് ഭഗവതി രാജു എന്നാണ്. ഇദ്ദേഹം ശരണ്യ. ഇവർ ഫാമിലി ആയിട്ടാണ് കേട്ടോ. ഇവരുടെ 2 മക്കള്, അമ്മ, എല്ലാവരും ഉണ്ട്. അപ്പം നല്ല ഭംഗിയുള്ള ചെറിയ ചെറിയ കൊട്ടകളും വലിയ കൊട്ടകളും ഒക്കെ ഉണ്ട്. പക്ഷെ ഇവരിങ്ങനെ രാവിലെ മുതൽ വൈകുന്നേരം വരെ റോഡിൻ്റെ സൈഡിൽ തന്നെ ഇവർ ഫുഡൊക്കെ കുക്ക് ചെയ്യുന്നത് ഇവിടെ തന്നെയാണ് കേട്ടോ. പക്ഷെ ഇവർക്ക് കച്ചവടമൊക്കെ വളരെ കുറവാണ് കേട്ടോ. അപ്പോൾ എനിക്ക് ആദ്യം തന്നെ പറയാനുള്ളത്, ഈ ലൊക്കേഷൻ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെങ്കിൽ ഇതിലേ പോകുന്നവരൊക്കെ എന്താണെങ്കിലും തീർച്ചയായിട്ടും ഇവരുടെ അടുത്ത് വന്ന് ഈ കൊട്ടയും വട്ടിയൊക്കെ വാങ്ങിക്കണം കേട്ടോ. വളരെ സ്ട്രോങ് ആയിട്ടും നല്ല ഭംഗിയായിട്ടും ഉണ്ടാക്കുന്ന സാധനങ്ങളാണ്. നമുക്ക് നേരെ ഇനി ഭഗവതി രാജു എന്ന് പറയുന്ന ചേട്ടനെ ഒന്ന് പരിചയപ്പെടാം. പാരമ്പര്യമായിട്ടുള്ള തൊഴിലാണിത്. അച്ഛൻ, അമ്മ, അച്ഛൻ്റെ തലമുറകളായിട്ടുള്ളതാണ്. നമ്മൾ ഇടുക്കി ജില്ല തൊട്ട് കോട്ടയം വരെ ഞങ്ങൾ ഇത് മൊത്തം കറങ്ങി നടക്കുന്ന ആൾക്കാരാണ്. പക്ഷേ ഇപ്പോൾ പണ്ടൊക്കെ നമുക്ക് കപ്പവാട്ടും കൃഷികളും ഒക്കെ ഉള്ളപ്പോൾ നല്ല കച്ചവടവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. വല്ലത്തിനും വള്ളിക്കൊട്ടയായിട്ടും പിന്നെ മീൻകൂടയായിട്ടും ഇതുപോലെ ചെറിയ ഐറ്റങ്ങളെല്ലാം ഉണ്ടാക്കുമായിരുന്നു. പക്ഷേ ഇപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാം പ്ലാസ്റ്റിക്കിൽ, എല്ലാ മോഡലിലും പ്ലാസ്റ്റിക് വന്നു. അതോടെ നമ്മുടെ കച്ചവടം തീരെ കുറവായി. അതുകൊണ്ട് സഹകരിച്ച് നാട്ടുകാരെ എല്ലാവരും സഹകരിച്ച് 1-2 മേടിച്ചാൽ നമ്മുടെ വയറ്റുപോക്ക് നടക്കും. അത് ഞങ്ങൾ സഹകരിക്കണം. ഇവർ 2 പേരും ശരിക്കും തേനി സ്വദേശികളാണെങ്കിലും ഇദ്ദേഹം നന്നായിട്ട് മലയാളം സംസാരിക്കുന്നുണ്ട് കേട്ടോ. പക്ഷേ ശരണ്യയ്ക്ക് മലയാളം അത്രയ്ക്ക് അറിയില്ല. അതുകൊണ്ട് നമ്മളോടൊന്നും സംസാരിക്കാതിരിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ ഇതിൻ്റെ ഒരു ഭംഗി കണ്ട് ഇതിൻ്റെ വീഡിയോ എടുക്കാൻ വേണ്ടിയാണ് ഞാനിവിടെ വന്നത് കേട്ടോ. വന്നപ്പോൾ ഇവരോട് പരിചയപ്പെട്ടപ്പോഴാണ് ഇവരുടെ കാര്യങ്ങളൊക്കെ ചോദിച്ചറിഞ്ഞപ്പോൾ ഒരുപാട് വിഷമം തോന്നി. കാരണം ഇവരിവിടെ കുടുംബമായിട്ടാണ് വന്ന് താമസിച്ച് കൊട്ട നെയ്യുവാണ്. ഇവർ ഫുഡ് വയ്ക്കുന്നതൊക്കെ ഇവിടെ തന്നെയാണ്. ഇവരുടെ കൂടെ കുഞ്ഞു ചെറിയ കുട്ടികൾ വരെയുണ്ട്, മക്കളൊക്കെ ആയിട്ടാണ് ഇവിടെ. ഇത് ഒരുപാട് ഭംഗിയുള്ള കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളും വേണ്ട, ചെറിയത് മുതൽ വലിയ വട്ടി വരെയുണ്ട് ഇവരുടെ അടുത്ത്. പക്ഷെ ഇവർക്ക് കച്ചവടം വളരെ കുറവാണ്. ചില ദിവസം 1 പോലും സെയിലാകുന്നില്ലെന്നൊക്കെയാണ് പറഞ്ഞത്. അപ്പോൾ അത് കേട്ടപ്പോൾ ഒരു നല്ലൊരു വിഷമം തോന്നി കേട്ടോ. അപ്പം എനിക്ക് നിങ്ങളോട് ഒരു റിക്വസ്റ്റ് ഉള്ളത്, ഈ വഴി കടന്നു പോകുന്ന, അതായത് കോട്ടയം കൊടുങ്ങൂർ KK റോഡ് കൊടുങ്ങൂർ കടന്നു പോകുന്ന ആരെങ്കിലും നിങ്ങൾക്ക് ഇത്ര സാധനങ്ങൾ ആവശ്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇവരുടെ അടുത്തുനിന്ന് ഇതൊക്കെ ഒന്ന് വാങ്ങണം കേട്ടോ. കാരണം ഇവർ ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ട്. ഈ റോഡ് സൈഡിലാണ്, ഈ വെയിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് ശരിക്കും. ഇത് വന്ന് കണ്ടപ്പോഴാണ് എനിക്കത് മനസ്സിലായത്. അതുകൊണ്ടാണ് ഞാൻ ഇത്രയും കാര്യങ്ങൾ നിങ്ങളോട് പറയുന്നത് കേട്ടോ. അപ്പോൾ തീർച്ചയായിട്ടും ഇവരുടെ അടുത്തുനിന്ന് നിങ്ങളെ കൊണ്ട് പറ്റുന്ന പോലെ നിങ്ങൾക്ക് ആവശ്യമുള്ള
സാധനങ്ങളൊക്കെ വേണമെങ്കിൽ ഒന്ന് വാങ്ങിച്ചവരെ ഒന്ന് ഹെൽപ്പ് ചെയ്യണം കേട്ടോ. അപ്പോൾ നമ്മുടെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് തന്നെ കരുതുന്നു. പുതിയൊരു വീഡിയോയുമായി കാണുന്നവരെ താങ്ക് യു സോ മച്ച്.